നമസ്കാരം. അങ്ങനെ ഒരു ഓണക്കാലം കൂടി അവസാനിക്കുകയാണ്. ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് പുലികളി നടക്കുകയാണ്. ശക്തന്റെ തട്ടകത്തിൽ പുലിമടകളിൽ ഇപ്പോൾ പുലികൾ തയ്യാറെടുപ്പിലാണ്. ന്യൂസ് 18 കേരളം സമഗ്രമായ കവറേജ് ആണ് പുലികളിയുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും വിശദാംശങ്ങളുമായി വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അതിഷി മന്ത്രിസഭയിൽ ആരൊക്കെ? പുതുമുഖങ്ങൾക്ക് സാധ്യത. AAPയിൽ തിരക്കിട്ട ചർച്ചകൾ. സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകും. ജമ്മു കാശ്മീർ വിധി എഴുതുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പ് 24 നിയമസഭാ മണ്ഡലങ്ങളിൽ. കശ്മീർ ജനത ജനാധിപത്യ ഉത്സവത്തിന് കരുത്തു പകരണമെന്ന് പ്രധാനമന്ത്രി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കനത്ത സുരക്ഷയിൽ. വിവാദ പ്രസ്താവനയുമായി P. ജയരാജൻ. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു. കണ്ണൂരിൽ നിന്നടക്കം യുവാക്കൾ ഭീകര സംഘടനയുടെ ഭാഗമാകുന്നു. പരാമർശം പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന്. രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന പരാതി തേച്ചുമാച്ചു കളയാൻ ശ്രമം നടക്കുന്നതായി യുവാവ്. പരാതി ബാംഗ്ലൂരു പോലീസിന് കൈമാറിയെങ്കിലും തുടർ നടപടികളില്ല. പരാതി നൽകിയതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടുവെന്നും മാങ്കാവ് സ്വദേശി. എല്ലാവർക്കും അറിയുന്നത് പോലെ തൃശൂർ നഗരം ഇന്ന് പുലികളെ കൊണ്ട് നിറയും. ഞാനും വരാ തൃശൂർ പൂരം കാണാൻ. മടകളിൽ പുലികൾ ഒരുങ്ങുന്നു. തൃശൂർ നഗരത്തെ ആവേശം കൊള്ളിക്കാൻ 7 സംഘങ്ങൾ. സമഗ്ര കവറേജുമായി ന്യൂസ് 18 കേരളം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഇന്ന്. ഓളപ്പരപ്പിലെ പോരാട്ടത്തിന് 52 പള്ളിയോടങ്ങൾ. ലെബനനിൽ പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ആയി. 200-ലധികം പേരുടെ നില ഗുരുതരം. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ന ഹിസ്ബുള്ള. വാർത്താരംഭം തുടങ്ങുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണ്. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 24 മണ്ഡലങ്ങൾ ആണ് ഇന്ന് വിധി എഴുതുന്നത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീർ ജനത എങ്ങനെ വോട്ട് രേഖപ്പെടുത്തും എന്നത് നിർണായകമാണ്. വോട്ടെടുപ്പിൽ പങ്കാളികളായി ജനാധിപത്യ ഉത്സവം ശക്തിപ്പെടുത്തണം എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി കൂടി ഏറെ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം ആളുകൾ വോട്ട് ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. सबसे पहले मैं अभी जा रहा हूँ, दौड़ रहा हूँ वहाँ पोलिंग स्टेशन पर, ताकि मैं अपने वोट का इस्तेमाल कर सकूँ. और यही अपील है फर्स्ट मेरी तरफ से वोटर्स से, जहाँ भी आज वोट डाले जा रहे हैं फर्स्ट फेज़ में, कि निकल आए, वोट अपना इस्तेमाल कर लें, वोट डालें. ये एक अपॉर्चुनिटी है हमारे लिए, पूरे आवाम के लिए, और इसका भरपूर इस्तेमाल किया जाना चाहिए. और दूसरी गुजारिश मेरी यही है कि अमन व अमान कायम रखना बहुत ज़रूरी है. രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രാഗേഷ്, പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ജനാധിപത്യ പ്രക്രിയ എന്നതാണ് പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ പ്രദേശത്ത് നിന്നൊക്കെ ഉണ്ടാകുന്ന വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ജനാധിപത്യം പുലരട്ടെ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ആ നിലയിലുള്ള ഒരു വോട്ടെടുപ്പ് തന്നെ ഇപ്പോൾ നടക്കുന്നുവെന്ന് വിലയിരുത്താൻ സാധിക്കുമോ? അഭിലാഷ്, വോട്ടെടുപ്പ് ആരംഭിച്ചിപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചിപ്പോൾ 9 മണി. രാവിലെ വരുന്ന ദൃശ്യങ്ങൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് തെക്കൻ കശ്മീരിലെ കശ്മീർ മേഖലയിൽ, തെക്കൻ കശ്മീരിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പുൽവാമ അടക്കമുള്ള മേഖലകളിലെ ബൂത്തുകളിൽ വലിയ നീണ്ട നിര ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. ഒപ്പം ജമ്മു മേഖലയിലേക്ക് വരികയാണെങ്കിൽ ദോഡ മേഖലയിലെ ബൂത്തുകളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ വലിയ തിരക്ക് രാവിലെ തന്നെ വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ
മികച്ചൊരു പോളിംഗിലേക്ക് ഒരുപക്ഷെ ഇന്നത്തെ ആദ്യഘട്ട വോട്ടെടുപ്പ് പോയേക്കാം. ഏതായാലും 24 മണ്ഡലങ്ങൾ വിധി എഴുതുന്നു. 90 മണ്ഡലങ്ങളാണ് ജമ്മു കശ്മീരിലുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ 24 മണ്ഡലങ്ങൾ വിധി എഴുതുന്നു. 4 ജില്ലകളിലായി 16 മണ്ഡലങ്ങൾ കശ്മീർ മേഖലയിൽ നിന്നും ജമ്മുവിലെ 3 ജില്ലകളിലായി 8 മണ്ഡലങ്ങളും ഏതായാലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. കശ്മീർ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ കശ്മീർ മേഖലയിൽ വോട്ടെടുപ്പ് നടക്കുന്ന അനന്ത്നാഗ്, പുൽവാമ, ഒപ്പം തന്നെ കുൽഗാം, ഷോപ്പിയാൻ, ഇങ്ങനെ 4 ജില്ലകളിൽ നിന്നുള്ള 16 മണ്ഡലങ്ങൾ. ജമ്മുവിലേക്ക് വരുമ്പോൾ റംബാൻ, ഒപ്പം തന്നെ കിഷ്ത്വാർ, ദോഡ എന്നിങ്ങനെ 8 മണ്ഡലങ്ങൾ 3 ജില്ലകളിൽ നിന്നായി. അങ്ങനെ ജനവിധി ഏതായാലും എഴുതുകയാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മാത്രമല്ല 10 വർഷത്തിന് ശേഷം ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നെന്ന പ്രത്യേകതയുണ്ട്. ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ തന്നെ പ്രചാരണത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അപ്പോൾ എങ്ങനെ പ്രതികരിക്കും വോട്ടർമാർ എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഇതിനു മുൻപ് വോട്ടെടുപ്പ് നടന്ന 2014 കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അന്ന് PDP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അവിടെ PDPയും BJPയും ചേർന്ന് പിന്നീട് സർക്കാർ ഉണ്ടാക്കുന്നതാണ് കണ്ടത്. ഏതായാലും കശ്മീരിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇത്തവണയും പതിവ് പോലെ തന്നെ നാഷണൽ കോൺഫറൻസ് നേതൃത്വം നൽകുന്ന സഖ്യവും PDPയും തമ്മിൽ തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം നൽകുന്നത്. നാഷണൽ കോൺഫറൻസ് സഖ്യത്തിൽ കോൺഗ്രസ് ഉണ്ട്, ഒപ്പം തന്നെ CPM ഒരു സീറ്റിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ജമ്മു മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ വോട്ടെടുപ്പ് അല്ലെങ്കിൽ പോരാട്ടം പ്രധാനമായും BJPയും കോൺഗ്രസും തമ്മിലാണ്. അതാണ് ഏതായാലും ജമ്മു കശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യം. പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പ്രതികരണം കണ്ടതുപോലെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ യൂസഫ് തരിഗാമി, അദ്ദേഹം കുൽഗാം മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുകയാണ്. 4 തവണ തുടർച്ചയായി അദ്ദേഹം ജയിച്ച മണ്ഡലമാണ് കുൽഗാം. പ്രത്യേകിച്ച് ഈ പ്രത്യേക അധികാരം എടുത്ത് കളഞ്ഞതിന് ശേഷം അദ്ദേഹം ഏറെ നാൾ വീട്ടുതടങ്കലിലായിരുന്നു. ഇപ്പോൾ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീറാം യെച്ചൂരിയാണ് ആദ്യം ജമ്മു കശ്മീരിൽ സന്ദർശിക്കുകയും അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ തന്നെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്യുകയും ചെയ്തത്. ഒപ്പം തന്നെ PDP നേതാവും മുൻ മുഖ്യമന്ത്രിയായ മെഹബൂബ് മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി രാഷ്ട്രീയ പ്രവേശം കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. അവർ ജനവിധി തേടുന്നു എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഒന്നാം ഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയ AICC ജനറൽ സെക്രട്ടറിയായ ഗുലാം അഹമ്മദ് മിർ, അദ്ദേഹം ദൂരു മണ്ഡലത്തിൽ നിന്ന് 3ാം തവണയും ജനവിധി തേടുകയാണ്. ഏതായാലും ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇൽത്തിജ മുഫ്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുള്ളത് വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നാഷണൽ കോൺഫറൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ആരോപണം അവർ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു. ശരി, തീർച്ചയായും രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഈ 2 മണിക്കൂറുകൾ സമാധാനപരമായി വോട്ടെടുപ്പ് നടക്കുന്നു എന്നതും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഒപ്പം ചില മേഖലകളിൽ നിന്നെങ്കിലും വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നതിന് സമയവും എടുത്തേക്കാം, ജമ്മു കാശ്മീരിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത വിലയിരുത്തുമ്പോൾ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം നടക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. സൈനികരും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. പല മേഖലകളിലും ഭീകരർ ഒളിച്ചിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോദി ആവർത്തിച്ചത് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ സാധിച്ചു, അങ്ങനെ ജനാധിപത്യം പുലരുന്നു കശ്മീരിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം കനത്ത സുരക്ഷയിൽ ആണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? അഭിലാഷ്, കനത്ത സുരക്ഷയിൽ തന്നെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കശ്മീർ മേഖലയാണ് എല്ലാ കാലത്തും ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അതായത് തെക്കൻ കശ്മീരിൽ തന്നെയാണ് കൂടുതലായ സംഭവങ്ങൾ. പ്രത്യേകിച്ച് പുൽവാമ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പുൽവാമയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടക്കുന്നത്, ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം സമാനമായി ഈ ജില്ലകളിലൊക്കെ തന്നെ കുൽഗാം ആകട്ടെ, ഷോപ്പിയാൻ ആകട്ടെ പലപ്പോഴും ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ സൈനികരുമായുള്ള ഏറ്റുമുട്ടലൊക്കെ തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കശ്മീരിൽ നിന്ന് മാറി ജമ്മുവിലേക്ക് ഭീകരർ കേന്ദ്രീകരിക്കുന്നതായി കണ്ടു. പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിന് ശേഷം 2024 ജൂൺ മാസത്തിന്
ശേഷം കശ്മീരിലാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ കശ്മീർ വിട്ട് ജമ്മു മേഖലകളിലേക്ക് കൂടി ഭീകരർ താവളമാക്കുന്നെന്ന സവിശേഷ സാഹചര്യം കൂടി ജമ്മു കശ്മീരിനെ സംബന്ധിച്ചുണ്ട്. ഏതായാലും BJP ഇത്തവണയും പ്രചാരണ യോഗങ്ങളിൽ ആവർത്തിച്ചത് ഭീകരരിൽ നിന്ന് മുക്തമാക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണങ്ങളിൽ നിന്ന് ജമ്മു കശ്മീരിനെ മുക്തമാക്കുമെന്നൊരു പ്രതികരണം അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു BJPയുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ. ഏതായാലും ഇത്തരം ജമ്മു കാശ്മീർ ആയതുകൊണ്ട് തന്നെ അധിക സേനയടക്കം തന്നെ വിന്യസിച്ചുകൊണ്ടാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞ 30 വർഷത്തെ 3 പതിറ്റാണ്ടിനിടയിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 58% പോളിംഗ് അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ തന്നെ വലിയ പ്രതീക്ഷ അതിൽ നൽകിയിരുന്നു. അതായത് വലിയ രീതിയിൽ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകുന്നു കശ്മീരി ജനത എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം വിശേഷിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ വോട്ടിംഗ് ആരംഭിക്കുമ്പോൾ ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ പലയിടത്തും വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതിന് സമാനമായ രീതിയിൽ ഒരു പോളിംഗ് പേഴ്സൻറ്റേജ് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ജമ്മു കാശ്മീരിൽ നിന്ന് ഏതായാലും ഉറ്റുനോക്കപ്പെടുന്നത്. അതാണ് ജമ്മു കാശ്മീർ ജനത വിധി എഴുതുമ്പോൾ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതായി മാറും. ഏത് മുന്നണി അധികാരത്തിൽ വരുന്നു എന്നതിനപ്പുറം ജമ്മു കാശ്മീരിലെ ജനത ഈ ജനാധിപത്യ സ്വഭാവത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് സുരക്ഷിതമായി ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുക എന്നത്. രാകേഷ് സൂചിപ്പിച്ചതുപോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രാജ്യം തന്നെ നടുങ്ങിയ ഭീകര ആക്രമണം ഉണ്ടായതും നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ജമ്മു കാശ്മീർ ശാന്തമാകുന്നു, ഒപ്പം ജനാധിപത്യം അവിടെ പുലരുകയും ചെയ്യുന്നു. എങ്കിൽ ഡൽഹി മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾ ആരൊക്കെ എന്നതിൽ ആണ് ഏറ്റവും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ആം ആദ്മി പാർട്ടിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രി അതിഷിയുടെ സത്യപ്രതിജ്ഞാ തീയതിയും ഉടൻ പ്രഖ്യാപിക്കും. രാകേഷ് തന്നെയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രാകേഷ്, ഇന്നലെ അതിഷി സൂചിപ്പിച്ച ഒരു കാര്യമെന്നത് താൻ മുഖ്യമന്ത്രിയാകുന്നു എന്നതിനപ്പുറത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്നതാണ്. അപ്പോൾ ഈ AAPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മന്ത്രിമാരെ ഫിൽട്ടർ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ചവർ ആണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയിൽ പഴയ അംഗങ്ങളിൽ ആരെങ്കിലും പുറത്തു പോകാൻ സാധ്യതയുണ്ടോ? പുതുതായി ആരെങ്കിലും ഉൾപ്പെടുന്നുവെങ്കിൽ അതിനുള്ള സാധ്യത ആർക്കാണ് കൽപ്പിക്കപ്പെടുന്നത്? രാകേഷ്, അഭിലാഷ്, പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഏതായാലും ഉടൻ ഉണ്ടാകുമെന്നാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം 26, 27 തീയതികളിൽ ഡൽഹി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനു മുമ്പായി അതിഷി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. ഏതായാലും നിലവിൽ മന്ത്രിമാരുടെ ഒഴിവ് ഡൽഹി സർക്കാരിലുണ്ട്, മന്ത്രിസഭയിലുണ്ട്. കാരണം മനീഷ് സിസോദിയ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ മന്ത്രി വന്നിരുന്നില്ല. പകരം അതിഷി മെർലേന മന്ത്രിയായി. പക്ഷേ അതിനുശേഷമൊക്കെ തന്നെ അധിക ചുമതല അവർക്ക് നൽകുകയാണ് ചെയ്തത്. മനീഷ് സിസോദിക്ക് പകരം അതിഷി മെർലേന വന്നിരുന്നെങ്കിൽ പോലും അതിനുശേഷവും മന്ത്രിമാരുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അവിടെ ഒരു മന്ത്രി രാജിവെച്ചുകൊണ്ട് രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടി വിട്ടത്. അപ്പോൾ ആ ഒഴിവൊക്കെ തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കെജ്രിവാൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഗോപാൽ റായ്, ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജ്, കൈലാഷ് ഗെഹ്ലോട്ട് തുടങ്ങിയവരൊക്കെ തന്നെ നിലനിർത്തും. പകരം പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ മന്ത്രിസഭ വരിക എന്നാണ് ഇപ്പോൾ ആം ആദ്മി വൃത്തങ്ങൾ ഏതായാലും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ നിലവിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയേക്കും എന്ന് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചന നൽകിയിരുന്നു. അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ അതിഷി മെർലേനയ്ക്കൊപ്പം പരിഗണിച്ചിരുന്ന പല നേതാക്കളുടെ പേരുകളും ഇപ്പോൾ ചർച്ചയിലുണ്ട്. പ്രത്യേകിച്ച് 2013 മന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നാണ് ആദ്യ കെജ്രിവാൾ സർക്കാരിൽ മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്ന വനിതാ നേതാവ് കൂടിയായ രാഖി ബിദ്ലാൻ സ്വാഭാവികമായും ഒരുപക്ഷെ പുതിയ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അവർ ഡെപ്യൂട്ടി സ്പീക്കറാണ്. അപ്പോൾ ഈ പുനഃസംഘടന വരുമ്പോൾ ഒരുപക്ഷെ അവരെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നേക്കാനുള്ള സൂചനകൾ കൂടിയുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിലെ ആം ആദ്മി പാർട്ടി
തയ്യാറായിട്ടില്ല. ഏതായാലും ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും നേതൃത്വം എത്തിച്ചേരുകയും ചെയ്യും. ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ വാർത്തകൾ ആണ് നമ്മൾ വാർത്താരംഭത്തിന്റെ തുടക്കത്തിൽ തന്നെ പങ്കുവച്ചത്. അത് ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം ഡൽഹിയിലെ അതിഷി മന്ത്രിസഭയിൽ ആരൊക്കെ എന്നത് സംബന്ധിച്ചുമാണ്. കേരളത്തിലേക്ക് എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പ്രതികരണമാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് ഇ.പി. ജയരാജന് പിന്നാലെ CPI-എമ്മിനെ പ്രതിസന്ധിയിലാക്കുമോ പി ജയരാജൻ എന്ന ചോദ്യമാണ്. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു എന്നാണ് പി ജയരാജൻ പറഞ്ഞത്. കേരളത്തിൽ നിന്ന് IS-ലേക്ക് നടന്ന റിക്രൂട്ട്മെന്റ് ഗൗരവതരമായി കാണണമെന്നും പി ജയരാജൻ പറഞ്ഞു. മത തീവ്രവാദ ആശയം ചിലരെ സ്വാധീനിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നടക്കം ചെറുപ്പക്കാർ ഭീകര സംഘടനയുടെ ഭാഗമായി എന്നും പി ജയരാജൻ പ്രതികരിച്ചു. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു. അപ്പോൾ അതിനെ അതിശയോക്തിപരമായി കാണണ്ട, പക്ഷേ ചില ചെറുപ്പക്കാരെയെങ്കിലും ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം സ്വാധീനിക്കുന്നു. 92-ലെ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ തരത്തിൽ ചില ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിപ്പോയത്. IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടല്ലോ. റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്, പക്ഷേ അപൂർവം ചിലരാണ്. പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട്. പി ജയരാജന്റെ പരാമർശം വരും മണിക്കൂറുകളിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ച് BJP തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കേരളം മാറുന്നു, അതിന് കാരണം ഇടതുപക്ഷമാണ് എന്ന പരാമർശം നേരത്തെ തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പി ജയരാജന്റെ ഈ പ്രതികരണം അത് പാർട്ടിയുടെ പ്രതികരണമാണോ എന്ന് നേതാക്കൾ വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് CPI-എമ്മിൻ്റെ നിലപാട് വ്യത്യസ്തമാണ്. അങ്ങനെ തീവ്രവാദ ശക്തികൾക്ക് സ്വാധീനമില്ല, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകുന്ന സാഹചര്യം കേരളത്തിലില്ല എന്ന് പറയുന്ന പശ്ചാത്തലമുണ്ട്. എന്തായാലും വിജയരാഘവനെ പോലെയുള്ള മുതിർന്ന CPI നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് തനിക്ക് ഈ പ്രതികരണത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുള്ളതാണ്. PC ജോർജ് പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് താൻ ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ്, ആ സമയത്ത് തന്നെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന വിമർശനം ആണ് ഉന്നയിച്ചത്. കോൺഗ്രസും BJP-യും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുമ്പോൾ ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടെന്ത് എന്ന് CPI-എമ്മും വ്യക്തമാക്കും എന്ന് കരുതാം. മലയാള സിനിമയിലെ പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ മലയാള സിനിമയിൽ പുതിയ സംഘടനയിൽ ഭാഗമല്ല എന്ന് പ്രതികരിച്ചിരിക്കുകയാണ് സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ നിലവിൽ ഭാഗമല്ല എന്നും ക്രിയാത്മകമായ ചലച്ചിത്ര സംവിധായക നിർമ്മാതാക്കളുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിക്കുന്നു എന്നുമാണ് ലിജോ പ്രതികരിച്ചത്. കൂട്ടായ്മയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുമ്പോൾ ഔദ്യോഗികമായ അറിയിപ്പുണ്ടാകും. ഇപ്പോൾ പ്രചരിക്കുന്ന ഒന്നും തൻ്റെ അറിവോടെ അല്ല എന്നും ലിജോ ജോസ് പല്ലിശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ആഷിഖ് അബുവിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പുതിയ കൂട്ടായ്മ പ്രോഗ്രസീവ് ചിന്താഗതിയോടെ എന്ന നിലയിൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പേരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ലിജോ പറയുന്നു താൻ അതിൻ്റെ ഭാഗമല്ല എന്ന്. അഭിലാഷ, ലിജോ ജോസ് പല്ലിശ്ശേരി ഇതിൽ അപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ ആ ആശയത്തെ സ്വാഗതം ചെയ്യുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു, എല്ലാം തന്നെ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്നത് തൻ്റെ പേര് കൂടി ചേർത്ത് അല്ലെങ്കിൽ തൻ്റെ ചിത്രം കൂടി ചേർത്തുള്ള ചില സോഷ്യൽ മീഡിയ കാർഡും അതോടൊപ്പം തന്നെ മറ്റ് പല കുറിപ്പുകളുമുണ്ട്. അത് തൻ്റെ ഒരു അറിവോടെ അല്ല, അല്ലെങ്കിൽ താൻ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല എന്നാണ്. താൻ അതിന് സ്വാഗതം ചെയ്യുന്നുണ്ട്, പുതിയ കൂട്ടായ്മ വരട്ടെ, അത്തരം ആശയങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ താൻ തന്നെ അത് അറിയിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് തൻ്റെ അറിവോടെ അല്ല എന്നൊരു സൂചന കൂടി അതിൽ വരുന്നുണ്ട്.
നേരത്തെ നമുക്കറിയാം ഇത് സംബന്ധിയായ ഒരു കുറിപ്പ് പുറത്തിറക്കുമ്പോൾ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന രീതിയിലേക്ക് ഒരു ചിന്ത വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു കുറിപ്പ് പുറത്തു വരികയും ചെയ്യുന്നത്. അതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട പേരുകളിലൊന്നായിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയുടേത്. അതിൻ്റെ ആ കുറിപ്പിൻ്റെ ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകളിൽ ആഷിഖ് അബുവും ലിജോ ജോസ് പല്ലിശ്ശേരിയും റിമ കല്ലിങ്കൽ തുടങ്ങിയ പേരുകൾ, അഞ്ജലി മേനോൻ തുടങ്ങിയ സംവിധായകർ, ഒപ്പം റിമ കല്ലിങ്കൽ, വിപിൻ ചന്ദ്രൻ തുടങ്ങിയവരുടെ പേരുകളായിരുന്നു. അത്രയും പേരുകളെ അതിലുണ്ടായിരുന്നുള്ളൂ. താനും ഇങ്ങനൊരു ആശയം തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, കൂടുതൽ പേര് ഇതിലേക്ക് പങ്കെടുക്കുമെന്നതെല്ലാം തന്നെ പറയുകയും ചെയ്തിരുന്നു. അത്തരം പേര് വന്ന സാഹചര്യത്തിലാണ്, ആ കുറിപ്പിൽ തന്നെ പേര് വന്ന സാഹചര്യത്തിലാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഇപ്പോഴത്തെ ഈ പ്രതികരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ആശയത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്, അത് മറന്നുകൂടാ. കാരണം അതിൽ പറയുന്നുണ്ട് ഈ ആശയത്തെ താൻ സ്വാഗതം ചെയ്യുന്നു, ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഔദ്യോഗികമായി താൻ ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ, താൻ ഇതിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ അത് താൻ തന്നെ അറിയിക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന ഇതിൽ കുറിപ്പിൽ തൻ്റെ പേര് വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അതെ, അവിടെയാണല്ലോ ഡാനി. അതായത് അന്ന് നമ്മളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പേരുകളിലേക്ക് ലിജോയുടെ പേരും വന്നിരുന്നു. അപ്പോൾ ആരാണ് ഇങ്ങനെ ലിജോയുടെ അനുമതിയില്ലാതെ നൽകുന്നത്? ഇദ്ദേഹം ഇതിപ്പോൾ വലിയൊരു വിവാദമാക്കുന്നില്ല എങ്കിൽ പോലും തൻ്റെ അറിവോടെയല്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. ആ കൂട്ടായ്മയെ പിന്തുണയ്ക്കുന്നതും അതിൻ്റെ ഭാഗമാകുന്നതും രണ്ടും രണ്ടാണല്ലോ. തീർച്ചയായും അത് രണ്ട് തന്നെയാണ്. കാരണം ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിന് സർവാത്മക പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് താനും ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആ ആശയങ്ങളെ ഒപ്പം തന്നെ അതുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ആശയത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പുറത്തു നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് ലിജോയുടെ കുറിപ്പിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത്. താൻ ഇതിൻ്റെ ഭാഗമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ആശയങ്ങൾ നല്ലതാണ്, അതിന് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു. അതിന് ഭാഗമാകുകയാണെങ്കിൽ താനത് അറിയിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനർത്ഥം ഇപ്പോൾ അതിൻ്റെ ഭാഗമല്ല എന്ന് തന്നെയാണ്, സംശയമൊന്നുമില്ല. പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട്, ഇത്തരം ഒരു ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ആരെയും ഇപ്പോൾ സംഘടനയിൽ ചേർക്കുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി തിടുക്കപ്പെട്ട നടപടികളുമായിട്ട് ഈ പേരിൽ ആരും തന്നെ മുന്നോട്ട് പോകുന്നില്ല. കഴിഞ്ഞ ദിവസം സംവിധായകൻ വിനയൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ച് താൻ ഇതിന് സ്വാഗതം ചെയ്യുന്നു, ഇതിൻ്റെ ഭാഗം വലിയ സംഘടന എന്ന രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ സംവിധായകൻ എന്ന രീതിയിൽ താൻ ഇതിൻ്റെ ഭാഗമാകാൻ തീർച്ചയായും തന്നെ ആലോചിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ എല്ലാത്തരം ആളുകളെയും, അതായത് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ജൂനിയർ തലത്തിലുള്ള ആളുകളെ വരെ അതിൽ ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം അതിനുണ്ടെങ്കിൽ തീർച്ചയായും താനതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് താനതിൻ്റെ ഭാഗമാകും എന്ന് തന്നെ സംവിധായകൻ വിനയൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ചില ആശയവിനിമയങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ലിജോ ജോസിൻ്റെ ഈ ഒരു പ്രതികരണം അടക്കം വന്നിരിക്കുന്നത്. എന്തായാലും ആ സിനിമാ മേഖലയിൽ ഒരു പുതിയ സംഘടന വരുന്നു, അത് സംബന്ധിയായ ഒരു ചർച്ചകൾ എല്ലാവരിലും തന്നെ നടക്കുന്നുണ്ട്. സമ്മിശ്രമായ ഒരു പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. വലിയ രീതിയിൽ ആരും തന്നെ ഇപ്പോൾ ഇതിനെ ഒരു സ്വാഗതം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ പ്രതികൂലിച്ചുകൊണ്ടോ ആരും തന്നെയും വലിയ പ്രസ്താവനകളോ കാര്യങ്ങളോ സിനിമയുടെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നടന്മാരുടെയോ നടീനടന്മാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംവിധായകരുടെ ടെക്നീഷ്യന്മാരുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ പരസ്യമായ രീതിയിലുള്ള ഒരു പ്രതികൂല പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലിജോ പ്രതികരിക്കാൻ തയ്യാറാവുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കൂടി ചേർത്തുകൊണ്ട് പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയാൻ നിർബന്ധിതരായിരിക്കുന്നതാണ്. അഭിലാഷ്. റൈറ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ ഒക്കെയാണ് നടക്കുന്നത്. പല സിനിമാ പ്രവർത്തകരും സിനിമാ മേഖലയിൽ ഒരു പൊളിച്ചെഴുത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പുതിയൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. ആ വാർത്തകളുമായി ബന്ധപ്പെട്ട് അതിനടിസ്ഥാനപരമായ തെളിവുകളും രേഖകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ വന്നിട്ടുള്ള പേര് തൻ്റെ അറിവോടെ അല്ല എന്നാണ് ലിജോ ജോസ് പല്ലിശ്ശേരി പറയുന്നത്. എന്തായാലും ആ സംഘടനയുടെ തുടക്കത്തിൽ തന്നെ വീണ്ടും കല്ലുകടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി നടന്മാർക്കും സംവിധായകർക്കും ഒക്കെതിരെ ആരോപണങ്ങളുമായി ആളുകൾ രംഗത്ത് എത്തിയിരുന്നു. അങ്ങനെ സംവിധായകൻ രഞ്ജിത്തിനെതിരെയും ലൈംഗിക പീഡന പരാതി ഉയർന്നിരുന്നു. ഈ പരാതി നൽകിയതിൻ്റെ പേരിൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്നാണ് പരാതിക്കാരനായ കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായി യുവാവ് പറയുന്നത്. സംവിധായകന് എതിരെ താൻ നൽകിയ പരാതി ബംഗളൂരു പോലീസിന് കൈമാറിയെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. കേസ്
തേച്ചു മായ്ച്ചു കളയുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സംശയിക്കുന്നതായി യുവാവ് ന്യൂസ് 18 പറഞ്ഞു. രഞ്ജിത്തിനെതിരെ പീഡന പരാതി നൽകിയ കോഴിക്കോട് സ്വദേശിയായ യുവാവ് പരാതി നൽകിയ ദിവസങ്ങൾ കഴിയുമ്പോഴും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നൊരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേസ് ബംഗളൂരുവിന് കൈമാറി എന്ന് അറിയിച്ചെങ്കിലും അത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഒപ്പം വലിയ സമ്മർദ്ദങ്ങൾ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും തനിക്ക് നേരെ ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ജോലിയും നഷ്ടമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമുക്കൊപ്പം അദ്ദേഹം ഉണ്ട്. വലിയ ഒരു സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ശരിക്കും വലിയൊരു ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇപ്പം ഓൾറെഡി എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നല്ല സമ്മർദ്ദമുണ്ട്. അതിനാൽ എനിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല. എന്നാൽ ജോലി നഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ 3 ആഴ്ച അവർ ലോങ് ലീവ് എടുക്കാൻ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക് എന്നുള്ള രീതിയിൽ അവർ 3 ആഴ്ച എന്നോട് ലീവ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് ആയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് ജോലി ഇനി തുടരാനുള്ള ചാൻസ് കുറവാണെന്ന്. പിന്നെ മാനേജറെ വിളിച്ചപ്പോഴും അവരുടെ ഭാഗത്തു നിന്നൊരു റെസ്പോണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജോലി ഇന്ന് എന്നെ ഗ്രൂപ്പിൽ നിന്നെല്ലാം അവർ റിമൂവ് ചെയ്തു. സോ എൻ്റെ ജോലിയുടെ കാര്യത്തിലും ഏകദേശം തീരുമാനമായി. നമ്മൾ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസികമായി ഓൾറെഡി ഞാനൊരു പ്രശ്നത്തിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ജോലിയുടെ ഭാഗത്തു നിന്നും അപ്പോൾ ഇതൊക്കെ എനിക്കറിയാം. ഞാനൊരു സത്യം തുറന്നു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഉന്നതിയിലുള്ള ഒരു സംവിധായകനെ കുറിച്ച് മോശം പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അന്ന് സംഭവിച്ച എനിക്കുണ്ടായിട്ടുള്ള വളരെ വിഷമകരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി പോയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മോശം അവസ്ഥ ഞാൻ തുറന്നു പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം. അന്ന് ഇതിന് പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ട് ആരും ഇത് കേൾക്കാൻ തയ്യാറാവുകയോ ഇതുകൊണ്ട് ഒന്നും ലഭിക്കുകയോ ഇല്ല എന്ന് മനസ്സിലായി. ലഭിക്കുക മീൻസ് നീതി ലഭിക്കില്ല എന്ന് അന്നേ അവർ പറഞ്ഞിരുന്നു. എന്നാൽ അത് തുറന്നു പറയാൻ ഇന്ന് ഞാൻ മനസ്സ് കാണിച്ചപ്പോൾ എനിക്ക് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളാണ് കൂടുതൽ. എന്താണ് ഈ ജോലി പുറത്താകാൻ അല്ലെങ്കിൽ അവധി എടുക്കാൻ പറയാനുള്ള കാരണം എന്തായിരുന്നു? എന്താണ് അവർ ചൂണ്ടിക്കാണിച്ചത്? ഇത് ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത് എൻ്റെ ജോലി സ്ഥാപനത്തിൽ അവരുടെ മെയിൻ അഥവാ എൻ്റെ CEO ആണെങ്കിലും എൻ്റെ GM ആണെങ്കിലും അവരുമായി രഞ്ജിത്ത് ബന്ധപ്പെടുകയും ഞാൻ ഇന്ന ഹോട്ടലിലാണ് KPM ട്രിപ്പൻ്റെയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതിനാൽ അവരെന്നോട് ഈ ബൈറ്റ് കൊടുത്തതിന് പിറ്റത്തെ ദിവസം എന്നോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഒരു ബോർഡ് റൂമിൽ ഇരുന്ന് ഏകദേശം 3-4 മണിക്കൂർ സംസാരിച്ചു. ഈ സംസാരത്തിനിടയിൽ രഞ്ജിത്ത് 3-4 വട്ടം എൻ്റെ പ്രസാദ് നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അഡ്വക്കേറ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലീഗലി DGPക്ക് കൈമാറിയത് കൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് റേസ് ചെയ്തതുകൊണ്ട് അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് അവരുടെ അഡ്വക്കേറ്റ് തന്നെ ഈ അഡ്വക്കേറ്റ് തന്നെ രഞ്ജിത്തിനോട് ആവശ്യപ്പെടുകയും അപ്പോൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഓഫർ എന്നോട് ചെയ്താൽ പോലും ഇത് എന്തായാലും കംപ്ലൈന്റ് പോയി, അതിനി തിരിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അഡ്വൈസാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഈ അഡ്വൈസ് കൊടുത്തത് പ്രകാരമായിരിക്കണം അവരെന്നോട് പറഞ്ഞത് നമുക്കിതിൽ ഇനി കൂടുതൽ ഒന്നും ചെയ്യാനില്ല, ഇനി കഴിയുന്നത് ബൈറ്റ്സ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നിനക്ക് എന്താണോ നീ തോന്നുന്നത്, കാരണം നിന്റെ ഫ്യൂച്ചറാണ്, നിന്റെ ലൈഫാണ്, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്, കാരണം നീ ഇവിടെ വർക്ക് ചെയ്യുന്നതാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ തേർഡ് ഡേ ആയപ്പോൾ എനിക്ക് എന്നെ ആളുകൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് എന്നോട് പറഞ്ഞു തൽക്കാലം അവർക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായി. രഞ്ജിത്തിന്റെ ആളുകളാണോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ GMനും ഞങ്ങളുടെ ഫ്രണ്ട് ഓഫീസ് മാനേജറിനും ഡയറക്ടേഴ്സിനും കോൾസ് ഒരുപാട് വന്നിട്ടുണ്ട് എൻ്റെ ഈ ഒരു വിഷയം കാരണം. അതുകൊണ്ട് എന്നോട് ഒരു 1 വീക്ക് ലീവ് എടുക്കാൻ പറഞ്ഞു. പിന്നെ 2 വീക്കായി, അത് 3 വീക്കായി. സോ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ജോലിയിൽ നിന്ന് അവരെന്നെ മാറ്റി നിർത്തി എന്നുള്ളത്. ഈ കേസ് ബംഗളൂരുവിലേക്ക് മാറ്റിയെന്നാണ് പോലീസ് നേരത്തെ കോടതിയിൽ അറിയിച്ചത്. കാരണം ഈ സംഭവങ്ങൾ നടന്നതൊക്കെ ബംഗളൂരുവിൽ വെച്ചാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് ലഭിച്ചോ? അവിടെ കേസ് ഇതിനിടക്ക് മുൻകൂർ ജാമ്യം രഞ്ജിത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞ പോലെ ഈ സംഭവം നടന്ന ഹോട്ടൽ 2015 ഉദ്ഘാടനം കഴിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ എന്നെ കൊണ്ടുപോയ ഹോട്ടൽ ആ ഹോട്ടലല്ല. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഓൾഡ് എയർപോർട്ട് എന്ന് പറയുന്നത് 2012 കെമ്പഗൌഡ വീണ്ടും ആവുന്നത്. അതിന് മുമ്പ് അവിടെ ഒരു ഓൾഡ് എയർപോർട്ട് HAL എയർപോർട്ട് ഉണ്ട്, അതിനടുത്തുള്ള താജിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്നോട് വരാൻ പറഞ്ഞത്. അത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതിന് വാദിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരാണെന്ന് പോലും ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് അവരെ കോൺടാക്ട് ചെയ്യേണ്ട, ഇത് ബാംഗ്ലൂരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് പറഞ്ഞത്.
അപ്പം ഇപ്പം അവർ പറയുന്നത്, ഇതിൻ്റെ മേലുദ്യോഗസ്ഥർ പറയുന്നത് കേസ് ഓൾറെഡി ബാംഗ്ലൂരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഇനി ബാംഗ്ലൂരിലെ ആളുകൾ നിന്നെ കോൺടാക്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ഇതുവരെ എനിക്കൊരു കോൾസും വന്നിട്ടില്ല. ഇത് തേച്ച് മായ്ക്കപ്പെടുമോ എന്നുള്ള ഭയവും അതിനപ്പുറം എൻ്റെ ജീവിതം ഇനി എന്തായി തീരും. ഞാൻ ഇത്ര വലിയൊരു കോൺട്രവേഴ്സിയാണ്, ഇതിൽ സത്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സ്റ്റാൻഡ് ബൈ ആവുന്നത്. ആളുകൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇതിനിടയ്ക്ക് പല നടന്മാരെക്കുറിച്ചും ഫേക്ക് ന്യൂസസ് വന്നു, ആരോപണങ്ങൾ വന്നു. പക്ഷെ അത് സത്യമല്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ 100% ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. രഞ്ജിത്ത് എന്നോട് അങ്ങനെ ചെയ്തത് സത്യമാണെന്നുള്ളത്. തീർച്ചയായിട്ടും സത്യം പുറത്തു വരും. എന്തായാലും ഈ കേസ് തേച്ച് മായ്ച്ച് കളയപ്പെടും എന്നൊരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒപ്പം ഭാവി ജോലി കൂടി നഷ്ടമായതോടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. ഇടവേള. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും 3 പെൺകുട്ടികളെ കാണാതായി. നഗരത്തിൽ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിർഭയ കേന്ദ്രത്തിൽ ആണ് സംഭവം. 17 വയസ്സുള്ള 2 പേരും 14കാരിയുമാണ് കാണാതായിട്ടുള്ളത്. സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് മുറികളിൽ നിന്നും പുറത്തു ചാടുകയായിരുന്നു. കാണാതായവരിൽ പോക്സോ അതിജീവിതയും ഉൾപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, എപ്പോഴാണ് ഇവർ പുറത്തു കടന്നത് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, ഇന്നലെ രാത്രിയിലാണ് സംഭവം. രാത്രിയിലാണ് പാലക്കാട് 3 കുട്ടികളെ കാണാതായിട്ടുള്ളത്. ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇത് 6 മാസത്തിനിടയിൽ നടക്കുന്ന 2ാമത്തെ സംഭവമാണ്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ തന്നെ 2 കുട്ടികൾ ഇവിടെ നിന്ന് പുറത്തു കിടന്നിരുന്നു. ആ കുട്ടികളെ പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇവിടെയും വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കുട്ടികൾ താമസിക്കുന്ന സ്ഥാപനത്തിന് സമീപത്തെ കടകളിലെല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് ടൗൺ സൗത്തിൽ CIയുടെ നേതൃത്വത്തിൽ ഒരു 4-അംഗ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടികളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. ഇതിൽ 2 പേർ 17 വയസ്സുള്ള 2 പെൺകുട്ടികളും 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമാണ് കാണാതായിട്ടുള്ളത്. ഇതിൽ പോക്സോ കേസിൽ ഉൾപ്പെടെയുള്ള കുട്ടികളുണ്ട്. എന്തായാലും ഇതിൽ നമുക്കറിയാം, കോഴിക്കോടും പാലക്കാടും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഈ കുട്ടികളെ താമസിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ വലിയ സുരക്ഷാ വീഴ്ച കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അഭിലാഷ്, പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് 3 പെൺകുട്ടികളെ കാണാതായിരിക്കുന്നു. 17 വയസ്സുള്ള 2 പേരും 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയുമാണ് കാണാതായിട്ടുള്ളത്. CCTV ഉൾപ്പെടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വാർത്താരംഭത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഓണാഘോഷങ്ങൾ സമാപിക്കുകയാണ്. തൃശ്ശൂരിൽ പുലിമടകളിൽ പുലികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് 18 സമഗ്രമായ കവറേജ് ആണ് നൽകുന്നത്. അങ്ങനെ ഓണ വിശേഷങ്ങളിലേക്കും വാർത്തകളിലേക്കും വരുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര തലത്തിൽ ലോക വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് പോകുന്നു. ലെബനനിൽ പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9ആയി. മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട്. ഹിസ്ബുള്ളയിലെ അംഗങ്ങൾ ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന പേജറുകൾ ആണ് പൊട്ടിത്തെറിച്ചത്. 200-ൽ അധികം പേരുടെ നില ഗുരുതരമാണ്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് എന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത്. എന്നാൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സുവി വിശ്വനാഥൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുവി, കഴിഞ്ഞ രാത്രിയിലുണ്ടായ സംഭവമാണ്. ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എങ്കിലും നിലവിലെ ഒരു സാഹചര്യത്തിൽ അത് ഇസ്രായേൽ തന്നെ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അഭിലാഷ്, അതിദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഒരു അത്ഭുതകരമായ സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. പേജർ പൊട്ടിത്തെറിച്ചാണ് ഈ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടന്നത്. ബെയ്റൂട്ടിലും അതിനെ തുടർന്ന് മറ്റിടങ്ങളിലേക്കും സ്ഫോടനം വ്യാപിക്കുകയായിരുന്നു. എവിടെയെല്ലാമാണോ പേജറുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള പ്രവർത്തകർ ആശയവിനിമയം നടത്തിയിരുന്നത് അവിടെയെല്ലാമാണ് പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നത്. ഉഗ്രസ്ഫോടനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ മരണസംഖ്യ ഉയരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 11 പേർ
ഇതുവരെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 200 പേർക്ക് അതീവ ഗുരുതരാവസ്ഥയിലാണ് 200 പേർ എന്ന് പറയുന്നു. മരണസംഖ്യ ഇനിയും കൂടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ ആക്രമണത്തിനു പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദാണ് എന്നൊരു നിരീക്ഷണമാണ് ഹിസ്ബുള്ള പ്രവർത്തകർ നടത്തുന്നത്. അതിനുള്ള ഒരു പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകും എന്നും ഹിസ്ബുള്ള പ്രവർത്തകർ പറയുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ആരും ഇതുവരെയും ഏറ്റെടുത്തിട്ടുമില്ല. അഭിലാഷ്, തീർച്ചയായും മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ കടുത്തതാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ലെബനന് തിരിച്ചടി നൽകുന്നു എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്ന ഇസ്രായേൽ ആണ്. അതിനിടയിലാണ് ഇപ്പോഴിങ്ങനെ ലെബനന് ഒരു അടി ലഭിച്ചതും. അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചടി ലെബനൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ആ മേഖല കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. ഇന്ന് പുലിപ്പൂരം. തൃശ്ശൂരിൽ ഇന്ന് പുലിയിറങ്ങും. നഗരത്തെ ആവേശം കൊള്ളിക്കാൻ ഇത്തവണ 7 സംഘങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലിക്കളിക്ക് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. പാട്ടുപുരയ്ക്കൽ ദേശത്തിൻ്റെ പുലിമടയിൽ നിന്ന് CV അനുമോദും അതോടൊപ്പം തന്നെ ഐഷത്തുൽ ഷംന പൂങ്കുന്നം സീതാറാം മിൽ ദേശത്ത് നിന്നുമാണ് ചേരുന്നത്. ആദ്യം ഷംനയിലേക്ക്. ഷംന, പൂങ്കുന്നം സീതാറാം മിൽ ദേശത്തിനോടൊപ്പമാണ് ഷംന ഇപ്പോൾ ഉള്ളത്. ഒരുക്കങ്ങൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സീതാറാമിൽ പുലിമടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ ചുറ്റിലും ഇങ്ങനെ വെറൈറ്റി പുലികളും വരയംപുലിയും ഒക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. ഇതാ ഇപ്പോൾ അവരുടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു പെയിന്റിങ് അതിൻ്റെ അവസാനഘട്ട പണികളിലാണ്. ആ പെയിന്റ് ഉണങ്ങാനായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഒപ്പം ഇപ്പോൾ ഒരു വരയംപുലി ഉണ്ട്. ചേട്ടാ, എത്ര വർഷമായി പുലി വേഷം കിട്ടുന്നത്? 10 വർഷം. 10 വർഷമായി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും ഇല്ല. സിനിമയിലൊക്കെ 2 സിനിമകളിൽ പോയിട്ടുണ്ട്. പുലിവേഷം കണ്ടിട്ട്? ആ, പുലിവേഷം. കാര്യസ്ഥലിലും അതേപോലെ ശിവാജി സിനിമയിലൊക്കെ ഫുൾ ആവേശമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഇതൊന്നും ആയിരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ആവേശം കൂടും. അതിന് ആവേശത്തിന് മരുന്ന് വന്നിട്ടില്ല. മരുന്ന് വന്നാൽ ഓക്കെ ആവും. ചേട്ടാ, ചേട്ടൻ ഏത് പുലിയാ? പുലിപ്പുലിയാണോ? ഞാൻ വരയംപുലി. വരയംപുലി. പെയിന്റ് ഉണങ്ങാൻ വേണ്ടി നിർത്തിയേക്കാം. ഉണങ്ങി വരയ്ക്കാൻ പറ്റുള്ളൂ. എത്ര വർഷമായി ഇപ്പൊ? ഞാൻ 1 വർഷം. ഇത് 2ാമത്തെ പ്രാവശ്യമാണോ? 2ാമത്തെ പ്രാവശ്യം. പാട്ട് പാടും? പുലിപ്പാട്ടായാലോ? പാട്ട് വേണ്ട. ചേട്ടാ, ഈ അഭിലാഷ്, പ്രത്യേകിച്ച് പുലി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫിഗർ ആണ് എല്ലാം. അപ്പോ നമുക്ക് ഇവിടെ മൊത്തം ഈ സീതാറാമിൽ ദേശത്ത് മൊത്തം നല്ല ലക്ഷണമൊത്ത പുലികളാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ചേട്ടാ, എത്ര വർഷമായി ഇപ്പൊ? ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, ആവേശം വരണുള്ളൂ. സെറ്റാവും. എത്ര നേരം ഇതിപ്പോ തുടങ്ങിയിട്ട്? എത്ര നേരം? 6 മണി തൊട്ട് തുടങ്ങിയതാ. 6 മണി തൊട്ടിട്ട് ഇങ്ങനെ ഒരുങ്ങാൻ നിൽക്കുവാണ് അല്ലേ? അപ്പൊ ഈ നേരം ക്ഷീണിച്ച് ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ആ ക്ഷീണമൊന്നുമില്ല, പക്ഷെ ഫുൾ വരാനിരിക്കുന്ന ആവേശത്തിലാണ്. വൈകിട്ട് വരെ ഇതേ എനർജി ഉണ്ടാവും. പാട്ടാലോ? പാട്ടൊന്നും എനിക്കറിയില്ല. ചേട്ടൻ ഇവിടെ തൃശ്ശൂരുകാരൻ തന്നെയാ? എന്താണ് ഈ പുലിക്കളിനെ കുറിച്ചിട്ട്? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 200ഓളം വർഷത്തിന്റെ എല്ലാ കാര്യത്തിനും എയിമല്ലോ. പൂരായാലും പുലിക്കളിയായാലും എല്ലാത്തിനും ഞങ്ങള് സെറ്റായിട്ട് നിൽക്കണത്. ആദ്യമായിട്ടാന്ന് മാത്രം വേഷമുണ്ട്. എല്ലാ പ്രാവശ്യവും ആഘോഷത്തിന് നടക്കലായിരുന്നു പണി. ഇപ്പൊ പ്രാവശ്യമാണ് ആദ്യമായിട്ട് വേഷം. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലാണ്. മൊത്തം എത്ര പുലികളുണ്ട് സീതാറാം? 52-51 പുലിയുണ്ട്. വെറൈറ്റി പുള്ളിപ്പുലി, വരയംപുലി, പിന്നെ സിംഹമുണ്ട്. അങ്ങനെ കുറെ പുലികൾ മാത്രമല്ല, അപ്പൊ സിംഹം എല്ലാരും ഉണ്ട്. ഫുൾ എനർജിയാണ് ഇവിടെ, ഫുൾ വൈബാണ്. ചേട്ടൻ നേരത്തെ അവിടെ പാട്ട് പാടുന്ന കേട്ടോ, അല്ല ഉഷാറാക്കിയിട്ട്. അതുപോലെ നമുക്കൊരു പാട്ട് ഇപ്പൊ വയ്യ. രാവിലെ തൊട്ട് ഇങ്ങനെ നിന്ന് എനർജി ഇല്ല. ചെരുപ്പും എല്ലാം സെറ്റ് ആണല്ലോ. എത്ര വർഷമായി? 6 വർഷമായി.
ഒരു ആവേശമാണോ? എങ്ങനെ ഇങ്ങനെ ഒരു പുലിവേഷം കെട്ടാൻ ഇത്രയും ഒരു ആവേശം അല്ലെങ്കിൽ ഒരു തൃശ്ശൂര് സത്യമണ്ണില് ഈ പുലിവേഷം നല്ലൊരു നല്ല ആമറായിട്ട് നടത്താനുള്ള പരിപാടിയാണ്. ഇതൊരു പൂരാണ്, പുലിക്കളി മാരിയല്ല, പൂരം മാരിയാണ്. അഭിലാഷേ, നമ്മുടെ കൂടെ ഒരു പെൺപുലിയും കൂടി ഉണ്ട്, നിമിഷ. നിമിഷനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, യൂട്യൂബർ ആണ്, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ടീമിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ടീമിൽ തന്നെയായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട്, എന്താ പറയുന്നത്? സൂപ്പർ, അടിപൊളി. ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പെൺപുലിയാവാൻ. പോവാണ്. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഇപ്രാവശ്യം വന്നപ്പോ എന്തെങ്കിലും ഒന്നുകൂടെ ആവേശമാണ്. പിന്നെ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായതിന്റെ ചെറിയൊരു വിഷമമൊക്കെയാണ്. കാരണം ഇല്ലാന്നൊക്കെ പറഞ്ഞ് പുലി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ നമ്മളെ വർഷത്തിൽ ഒരിക്കലും നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു ഹരായ പുലികൾ ഇല്ലാതായപ്പോ ഒരു വിഷമം വന്നു. വീണ്ടും അത് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. തുള്ള റെഡി ആയിട്ട് നിൽക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എനർജിയിലാണ് ആണ്. അപ്പം ഒരുപാട് സ്ത്രീകളെ നമ്മുടെ ഈ ഒരു അവസരങ്ങൾ കൊടുക്കുക, പുലിയായിട്ട് ഇറങ്ങാനായിട്ട് എല്ലാ ടീമിലും പെൺകുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തന്നെ പെൺപുലികളാണ്. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഒരു പുലി. എല്ലാ പെണ്ണിന്റെ ഉള്ളിൽ ഒരു പുലിയുണ്ട്. അത് പുറത്തിറക്കട്ടെ, എല്ലാരും വരും. കമോൺ. നിമിഷമൊക്കെ അവർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ. അതെ, തീർച്ചയായിട്ടും. നിമിഷനെ കുറിച്ച് ഞാൻ എന്തോ കേട്ടു, നിമിഷ വേറൊരു ടീമിന്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷം നമ്മൾ അയ്യന്തോട് ടീമിന്റെ കൂടെ ഇറങ്ങിയപ്പോൾ നമുക്ക് കുറച്ചൊരു പ്രശ്നങ്ങൾ വന്നു. തലേ ദിവസം വരെ നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് രാവിലെ ആയപ്പോഴാണ് നമ്മൾ അവരെ ഇറക്കണ്ടെന്നൊക്കെ വിചാരിച്ചത്. അപ്പൊ നമുക്കൊരു വേഷം തന്നൊരു ടീമാണ് സീതാറാം മിൽദേശം. അപ്പൊ എനിക്ക് അവരുടെ കൂടെ ഇറങ്ങാനാണ് ഇഷ്ടവും. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കുറെ നാളുകൾക്ക് മുന്നേ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളെ വേറെ ചക്കാമുക്ക് ടീമിന്റെ അവരാണ് വിളിച്ചത്. പക്ഷെ അതിൽ ജിതി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ വ്യക്തിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും അഡ്വാൻസോ കാര്യങ്ങളോ നമുക്ക് തരണം, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ടേ ഇല്ല. ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോഴാണ് എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്നത്. അപ്പൊ തന്നെ ഇവരെന്നെ വിളിച്ചിട്ട് ഇവിടെ വെയിറ്റിംഗിലാണ് ആൾക്കാർ, വായോ എന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ കുറച്ചൊക്കെ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അവര് പറയുന്നത് നിമിഷം അവസാന നിമിഷം കാല് മാറേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ എന്താ പറയാ, ഉള്ളതുപോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എന്റെ ആൾക്കാർക്കറിയാം, എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എന്താണെന്ന്. കാലും മാറേണ്ട കാര്യം. കാലും മാറി ഞാനിങ്ങനെ ഒന്ന് ഇത്രയും ടീമിലൂടെ ഹാപ്പി ആയിട്ട് നിൽക്കും അവിടെ. അതെ. അപ്പം എന്തായാലും ഒരുങ്ങാൻ പോവാണ്. അതെ. എപ്പോ എത്തി? അതന്നെ, ഒരുപാട് സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുത്താൽ തീരാനുള്ള പ്രശ്നമേ ഇതുള്ളൂ. ഒരുപാട് പെൺകുട്ടികൾ പുലികളിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് ചൊരമായിട്ട് നിൽക്കണം ഒരുപാട് പേരുണ്ട്. എന്നോട് തന്നെ എന്താ പറയാ, ഒരുപാട് പേര് വന്ന് പറയാൻ, ചേച്ചി എനിക്ക് തരുമോ, എന്നെയും കൂടെ ഇറക്കുമോ, എന്നെ കൂടെ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനല്ലേ ഇതൊന്നും തീരുമാനിക്കുന്നത്. അപ്പൊ പെൺപുലി കൂട്ടം തന്നെ ഇറങ്ങാം. അപ്പൊ ഈ പ്രശ്നത്തിലെല്ലാം പരിഹാരമാവും. അതെ, തീർച്ചയായും. അപ്പൊ എന്തായാലും ഒരുങ്ങിട്ട് കാണാം, ഫുൾ ആവേശത്തിന്. റൈറ്റ്, അങ്ങനെ പെൺപുലികൾ ഉൾപ്പെടെയാണ് അവിടെ ഐഷുത്തുൽ ഷബ്ന റിപ്പോർട്ട് ചെയ്യുന്ന ദേശത്തിൻ്റെ ഒപ്പം ഉള്ളത്. എങ്കിൽ ഇനി CV അനുമോദിലേക്ക് പോകുമ്പോൾ, അനുമോദ് പാട്ടുരയ്ക്കാൽ ദേശത്തിൻ്റെ പുലിമടയിൽ ആണ് അനുമോദ് ഉള്ളത്. അവിടെയും കാഴ്ചകൾ കളർഫുള്ളാണ്. അനുമോദ്, എത്രത്തോളം ഒരുക്കങ്ങൾ നടക്കുന്നു? ആ സംഘത്തിൽ എത്ര പേരാണ് പുലിവേഷം കെട്ടുന്നത്? അഭിലാഷ്, നമ്മൾ പാട്ടരായ്ക്കലിന്റെ ടീമിന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പാട്ടരായ്ക്കലിന്റെ പുലികളൊക്കെ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ചകളാണ് കാണുന്നത്. മറ്റ് പുലിമടകളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചും കൂടി വർണ്ണാഭമായ, കുറച്ചുകൂടി വ്യത്യസ്തമായ പുലികളൊക്കെ ഇവിടെ ഉണ്ട്. രഘുട്ട നമ്മുടെ ഒപ്പം ചേരുക. രഘുട്ട, നമ്മൾ ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് നമ്മൾ ഈ വീണ്ടും കളത്തിലിറങ്ങുന്നത് അല്ലേ? അതെ. ഞങ്ങളൊരു 17 വർഷത്തിന് ശേഷമാണ് പുലിക്കളി ഈ വർഷം ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താ അതിന്റെ കാരണം? കാരണം എന്താണെങ്കിൽ ഇതിനൊരു മാൻ പവറാണിത്. ആ മാൻ പവർ കുറയുമ്പോൾ സംഘങ്ങൾ പിന്മാറുന്നത്. കാരണം അത്രയധികം ആൾക്കാർ, പ്രവർത്തകരുണ്ടായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കൊണ്ടുപോകാനുള്ള കാര്യം വലിയ എളുപ്പമല്ല. ഇത്തവണ ഞങ്ങൾ പരമാവധി ദേശമായതുകൊണ്ട് എല്ലാ നാട്ടുകാരും എല്ലാവരും ഉണ്ട്. അത് കാരണം ഇങ്ങനെ പോകുന്നു. എന്താ പുലികളുടെ പ്രത്യേകത? പ്രത്യേകത അത് ഞങ്ങൾ റൗണ്ടിലെത്തുമ്പോഴാണ്. ഉണ്ട്. അത് റൗണ്ടിലെത്തുമ്പോഴാണ് അതിന് പറയാൻ പറ്റുള്ളൂ. ഞാൻ മറ്റു പടകളൊക്കെ പോകുമ്പോഴേ അവിടെ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അല്പം നല്ല കളർഫുള്ളായ പുലികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതെ. അപ്പൊ അത്തരത്തിൽ ഇനിയും സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ച പുലികളാണോ? അല്ല. ഇത് ഞങ്ങൾ 51 പുലികളായിട്ടാണ് റൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. അതുപോലെ റൗണ്ടിൽ ഞങ്ങൾ 5 മണിക്ക് എത്തും. നായക്കനാല് ഫ്ലാഗ് ഓഫ് ഞങ്ങൾക്കാണ്. ആദ്യത്തെ സംഘം ഞങ്ങളാണ്. 5 മണിക്കാണ്. ടീമൊക്കെ എത്തും. ഒരു 40 അംഗ ടീമിനെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും പുലികളിലോട് പോയിട്ട് വരാം. ഇതാണ് നമ്മളൊരു കുട്ടിപ്പുലിയോടെ ചേരുന്നുണ്ട്. എന്താണ് കുട്ടിപ്പുലിയുടെ പേര്? ഇഷാൻ. ആദ്യമായിട്ടാണോ മോൻ? അല്ല. എല്ലാ വർഷവും കെട്ടാറുണ്ടോ? എത്രാമത്തെ തവണ?
4ാമത്തെ തവണയാണോ? എത്രയല്ല പഠിക്കണേ? 8ലായപ്പോഴേക്കും 4 തവണ പുലിവേഷം കെട്ടിക്കഴിഞ്ഞു. എന്താ അതിന്റെ കാര്യം? എന്താ അത്ര ഇഷ്ടമാണോ പുലിവേഷം കെട്ടല്? എവിടെയാ ഇതിനു മുമ്പ് ഏത് ടീമിന്റെ കൂടെ ആയിരുന്നു? കോട്ടൂർ ടീമിന്റെ കൂടെ ആയിരുന്നു. ഇതിപ്പോ ഏത് പുലിനെ കെട്ടാനോ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇപ്പൊ? വരയൻ പുലിയാണോ? അപ്പൊ വയറില്ലാത്ത പുലി എന്നൊക്കെ പറയും ആൾക്കാര്. മസിലാണല്ലോ ഉള്ളത്. മസിലൊക്കെ ഉണ്ടല്ലോ. മസിലം പുലിയാണല്ലേ? സ്റ്റെപ്പൊക്കെ പഠിച്ചോ? അടിപൊളി. നമുക്കിതാ വേറെ നല്ല രസമുള്ളത് ഒരു റോസ് പുലി ഇവിടെ നിൽക്കുന്നുണ്ട്. മഞ്ഞ പുലി. ഈ പുലിയുടെ മറ്റിടത്ത് കാണാത്തൊരു പുലിയാണല്ലോ. ആദ്യമായിട്ടാണ് എന്റെ ഇങ്ങനെ ഒരു വേഷത്തില്. ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഒരു 15 വർഷമായി. 15 വർഷമായിട്ടുള്ളതാണ്. ഓരോ വർഷം കഴിയുന്നതോറും പുലിയുടെ കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ. ഞാൻ ലാസ്റ്റ് ഇട്ടത് കരിമ്പുലി, പിന്നെ ഈ സിൽവർ പുലി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. പിന്നെ കൂടുതൽ ഇട്ടേക്കുന്നത് ഇവരുടെ സാധാരണ പുലി, അതായിരുന്നു വരയമ്പുലി, പുള്ളിപ്പുലിയൊക്കെ ആയിട്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പുലിവേഷം കെട്ടിൽ വലിയ ഇതുവരെ രാവിലെ മുതൽ നമ്മളിങ്ങനെ നമുക്ക് ഒരു 4 മണി വരെങ്കിലും ഇങ്ങനെ നിൽക്കണം. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ നമ്മുടെ സ്വരാജ് റൗണ്ടിലേക്ക് നമ്മുടെ ആവേശത്തിന് കയറുന്നത്. അതാണ് അതിനുള്ള ഊർജ്ജം സംഭരിച്ചു വെക്കുകയാണ് നമ്മളിപ്പോ തന്നെ. അതാണ് നമ്മളൊരു ആവേശം. ഇത്രയും കാലം നമ്മളെ ഈ ഒരു ഫീൽഡിലേക്ക് പിടിച്ചു നിർത്തിയതും ഒക്കെ അതിന്റെ ഒരു ആവേശമാണല്ലോ. മറ്റിടങ്ങളിലൊക്കെ പോകാറുണ്ട് പുലികൾ? ഞാൻ പോകാറുണ്ട്. ഞാൻ കോട്ടയത്ത് പോയിട്ടുണ്ട്, മൈലിപ്പാടം. പിന്നെ ഇതേപ്പോ ഞാൻ ലാസ്റ്റ് ഇട്ടത് സമയത്താണ് വിയ്യൂര് ഗിന്നസ് റെക്കോർഡൊക്കെ അടിച്ചു. മറ്റേ പെൺവേഷറയ്ക്ക്, ആദ്യമായിട്ട് പെൺവേഷറയ്ക്ക് അവർക്കൊരു ഇത് കിട്ടി. കപ്പൊക്കെ അവർ തന്നെ കൊണ്ടുപോയത് അന്നത്തെ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് നാൾ ഒന്ന് വിട്ടു നിന്നു ഈ ഫീൽഡിൽ. അതേപ്പോ വീണ്ടും തിരിച്ച് രംഗത്തേക്ക്. നമുക്ക് നമ്മളെ പോലെ വയറുള്ളവർക്കൊക്കെ സാധാരണഗതിയിൽ എന്താ വയറ് വെക്കണ ചോദിക്കാം, എന്നോടൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഈ ദിവസം പുലികൾക്ക് ഭയങ്കര ഡിമാൻഡ്. കാരണം ഇന്നത്തെ ഒരു ദിവസം തടിയുണ്ടോ തടിയില്ലെന്ന് അവർ നോക്കില്ല. പുലികള് അതാണ് ഫോട്ടോ എടുക്കണം, അവരുടെ കൂടെ 4 തുള്ളണം, അതൊക്കെ ഒരു ആവേശമാണ്. ഇപ്പൊ എന്റെ നാട്ടില് മിനിയാന്ന് പുലിക്കളി ഉണ്ടായിരുന്നു, പുലിക്കളിയും കുമ്മാട്ടിയും കൂടിയിട്ട്. അതില് പുലിയുടെ പെങ്കൊച്ച്, ആളുടെ കൊച്ച്, അവരുടെ കൂടെ ഒന്ന് അടുക്കിലെന്ന് ഭയങ്കര തുള്ളലായിരുന്നു. അതൊരു ആരെന്നാണ് ഈ പുലിക്കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരം, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക്. അല്ല, ഞാൻ സ്വാഭാവികമായി ഭക്ഷണത്തിന്റെ ഒക്കെ തടി വെച്ച് അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ വെളി വരുമ്പോ വരുന്നു. എന്തായാലും ഉഷാറാവട്ടെ, ബാക്കി പണി ഇറക്കട്ടെ. ചേട്ടന് എല്ലാ വർഷവും ചേർന്നാണോ? ഞാൻ 2 വർഷമായി. ഇന്ന് ഏത് വേഷം കിട്ടുന്ന പുലിയുടെ? ഇന്ന് വരയമ്പുലി. വരയമ്പുലിയാണ്. എല്ലാ വർഷവും വരയമ്പുലിയുടെ സ്റ്റെപ്പൊക്കെ ഒരേപോലെ തന്നെ. ഏത് പുലിയാണ്? നമുക്ക് കളിച്ച് നന്നായി കളിക്കണം, അങ്ങനെയുള്ളൊരു പ്രൈസ് എടുക്കണം, അങ്ങനെയൊക്കെ. വേറൊരു ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടൻ പുള്ളിപ്പുലിയാണോ അല്ലേ? പുള്ളിപ്പുലിയുടെ പുള്ളിപ്പുലി ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ അല്ലേ? എല്ലാ വർഷവും കിട്ടുന്നതാണോ പുലി? ഇത്തവണ അവര് ഇറങ്ങത്തില്ല അല്ലേ? കഴിഞ്ഞോ? ഇത് വരയമ്പുലി അല്ലേ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതിന്റെ ഇടയില്? നിന്ന് കഴിക്കാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിച്ചിട്ടില്ല, ഇനിയുണ്ട്. ഉണങ്ങാനുള്ള പണിയിൽ നോക്കണം. ഇതിന്റെ ഒരു മുകളിൽ വേണം അടിക്കാൻ അല്ലേ? ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് കൂടി ഉണ്ട് പണി. ഇത് കഴിച്ചിട്ടാണ് തുള്ളാൻ വേണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കണത്. ആ താളത്തിൽ നിൽക്കണത് എല്ലാ കൊല്ലം കേട്ടാറുണ്ട്. അപ്പൊ ഞാൻ 4ാമത്തെ കൊല്ലാണ്. ശരിക്കും ഈ പുലിയുടെ പുലിക്കൊട്ടിന്റെ താളങ്ങ് വരുമ്പോ പിന്നെ കൊട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തുള്ളിക്കൊണ്ടിരിക്കും ആൾക്കാര്. ക്ഷീണറിയില്ല. ശരിക്കും 4 മണിക്കൂറുള്ള വലിയ ഇതല്ലേ? അതെ 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 അതെ. ഇവിടെ നിന്നൊക്കെ റൗണ്ടിലേക്ക് കയറാന്ന് നടന്നു പോണ്ടേ? തുള്ളി പോണ ഇവിടുന്ന്. തുള്ളി ആ റൗണ്ട് അടിച്ചുകൊണ്ട് വരണ്ടേ? ചെരുപ്പിട്ട് നടക്കണ സുഖം. ഈ പുലിമടയുടെ മറ്റു കാഴ്ചകളൂടെ കാണാൻ പറ്റും. തീർച്ചയായും നമുക്ക് പുലിമടകളിൽ നിന്നുള്ള കാഴ്ചകൾ ആണ് അനുമോദും ഷംനയും പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നത്. വരും വാർത്തകൾ ഇതിന്റെ തുടർച്ച. ഇന്ന് പുലികളിയുടെ സമഗ്രമായ കവറേജ് ആണ് ന്യൂസ് 18 നൽകുന്നത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ വർഷത്തിലൊരിക്കൽ ഇന്ന് വയറന്മാരുടെ ദിനം ആണ്. അങ്ങനെ വയർ എന്ത് ചെയ്താലും കുറയ്ക്കില്ല എന്ന വാശിയോടെ ഒരു വർഷം നിൽക്കുന്ന തൃശ്ശൂരുകാരുടെ സ്വന്തം ഉത്സവം. തൃശ്ശൂരിൽ മാത്രമല്ല പുറത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഈ കാഴ്ച ആസ്വദിക്കാനായി എത്തുന്നു. ആ കാഴ്ചയിലേക്ക് നമുക്ക് വരും വാർത്തകളിലും തിരികെ എത്താം. ഇടവേള. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ പുലികളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇന്നാണ്. A, B ബാച്ചുകളിൽ ആയി 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ആണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്ന പള്ളിയോടങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഫൈനൽ.
ആറന്മുള ആവേശത്തിമിർപ്പിലാണ്. കുട്ടനാട് ജലമേളയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ജലമേളയുടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാൻ ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നത് ഈ പള്ളിയോട സേവാ സംഘത്തിൻ്റെ തന്നെ ഭാരവാഹിയാണ്. ചേട്ടാ, എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ? നമ്മളെല്ലാ ക്രമീകരണങ്ങളും ഇപ്രാവശ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമുക്ക് ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ആഘോഷങ്ങളുടെ ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നീങ്ങി വന്നപ്പോൾ വളരെ കുറച്ച് സമയം നമുക്ക് കിട്ടുകയുള്ളൂ. ആ കുറച്ച് സമയത്തുൾപ്പെടെ എല്ലാം നമ്മൾ വളരെ തകൃതിയായി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേള നടക്കുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 52 കരകളെ പ്രതിനിധിച്ച് എടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള 52 കരകളെ പ്രതിനിധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കരകളിലെ ഒരു ഉത്സവമായി ഇന്ന് മാറിയാണ്. ഈ കരകളിലെയും ആറന്മുളയിലെയും തിരുവോണം എന്ന് പറയുന്നത് ഇന്നാണ് ഇവിടെ നാനാജാതി മതസ്ഥരും എല്ലാ ബന്ധുമിത്രാദികളും എന്ന ആറന്മുളയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇന്ന് അതുപോലെ തന്നെ 52 പള്ളിയോടങ്ങളെ വർണ്ണശബളമായ ജലഘോഷയാത്ര നമ്മൾ ഈ നിൽക്കുന്ന ഈ സത്രക്കടവിൽ നിന്നും മേളിലേക്ക് വെച്ചുപാട്ട് പാടി തുഴഞ്ഞ് അതിമനോഹരമായി മേളിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ കുറ്റമറ്റ രീതിയിലുള്ള ഒരു മത്സര വള്ളംകളിയാണ് ഇപ്രാവശ്യം ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ നേരത്തെ നമുക്ക് മത്സരം വള്ളംകളിയിൽ ഇപ്രാവശ്യമാണ് ഒരു മത്സര വള്ളംകളിയായിട്ട് തീരുമാനമെടുത്തത്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ആചാര അനുഷ്ഠാനത്തിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്രാവശ്യം ഒരു മത്സര വള്ളംകളി, എല്ലാ പ്രാവശ്യവും മത്സര വള്ളംകളി ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആ മത്സര വള്ളംകളി നടത്തുന്നതിനകത്ത് കുറേ ആശയക്കുഴപ്പങ്ങളുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വള്ളം വിടുന്നതിന് തമ്മിൽ പള്ളിയോടങ്ങളിലെ കരക്കാരുടെ പരാതികൾ, അങ്ങനെയുള്ള പല പല ആശയക്കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചപ്പോൾ ഇപ്രാവശ്യം നെഹ്റു ട്രോഫി ഷാർട്ടിങ് ചെയ്യുന്ന പോയിന്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഗണ്ണ് വിടുമ്പോൾ ഡിസ്കണക്ട് ആകുന്ന ആ രീതിയിലുള്ള ബെൽറ്റിൽ വെച്ച് ഏകദേശം ഒരേ പള്ളിയോടങ്ങളെ ഒരേപോലെ പിടിച്ച് ഷാർട്ടിങ് കൊടുത്ത് അത് ഫിനിഷിംഗ് പോയിന്റിൽ വരുമ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ച് ടൈമിംഗ് നോക്കി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വരുന്ന 4 പള്ളിയോടങ്ങളെ ഫൈനലിലേക്കും അടുത്ത 4 പള്ളിയോടങ്ങളെ ലൂസേഴ്സ് ഫൈനലിലേക്കും ആകുമ്പോൾ എ ബാച്ചിന്റെ പരിപാടികൾ തീരും. അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് പിന്നീട് വരുന്നത് ബി ബാച്ചിന്റെയാണ്. ബി ബാച്ച് അതുപോലെ ആകുമ്പോൾ 16 പള്ളിയോടങ്ങളുടെ കളിയോടുകൂടി ഇപ്രാവശ്യത്തെ മന്ദൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ജലമേളയ്ക്ക് പരിസമാപ്തി. ഈ പള്ളിയോടങ്ങളെ സംബന്ധിച്ച് മറ്റു പള്ളിയോടങ്ങളുള്ള സ്വാഭാവികമായിട്ട് ഈ പള്ളിയോടങ്ങൾക്ക് ഈ പാർത്ഥസാരഥിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും സാധാരണ വള്ളംകളിയെ പോലല്ല ആറന്മുള ഒരു ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമാണ്. അപ്പൊ ഈ പള്ളിയോടങ്ങളുടെ നിർമ്മാണ രീതി തന്നെ വ്യത്യസ്തമാണ്. അതെങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് ആറന്മുള എന്ന് പറയുന്ന ആചാരം? ഞാനതാ പറഞ്ഞത്, ഇതൊരു കളിവള്ളമല്ല. നമ്മളെല്ലാം ആലപ്പുഴ കാണുന്ന കുട്ടനാട് പോലെ കാണുന്ന കളിവള്ളം രീതിയിലുള്ള കളിവള്ളങ്ങളല്ല. ഇത് ഒരു ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. ഇത് ഭഗവാൻ അനന്തശയൻ ഭഗ്നാമം കിടക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണവും അതിന്റെ കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചെരുപ്പിട്ട് വള്ളത്തെ കയറില്ല, വ്രതശുദ്ധി വേണം, ഷർട്ട് ധരിച്ചു കയറില്ല. അമ്പലത്തിൽ എങ്ങനെയാണോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ആറന്മുള ഭഗവാന്റെ പൊന്നുകെട്ടിയ 52 പള്ളിയോടങ്ങളാണ് നമുക്കുള്ളത്. അതാണ് ദേശത്തിന്റെ ഒരു ഉത്സവമായി മാറുന്നത്. അതോടൊപ്പം തന്നെ പുതുതലമുറകൾ ഒരു ആവേശം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഒരു മത്സര വള്ളം കൂടെ നടത്തുന്നത്. കാരണം ഒരു കാണികളെ സംബന്ധിച്ച് അത് മാത്രമല്ലല്ലോ, ആചാരാനുഷ്ഠാനം മാത്രമല്ലല്ലോ, അതാണ് ജലഘോഷയാത്ര. അതിനപ്പുറം നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ ആവേശം കൂടെ കൊടുക്കാനാണ് സൗഹൃദപരമായ, ആരോഗ്യപരമായ, അതായത് വാശിയും വൈരാഗ്യവും ഇല്ലാത്ത ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സര വള്ളംകളി കൂടിയാണ് ഇപ്രാവശ്യം നമ്മൾ ക്രമീകരിച്ചത്. ഉണ്ട്. കേന്ദ്രമന്ത്രി ഇപ്പോൾ ഗിരിരാജ് സിംഗ് ജി വരുമെന്നായിരുന്നു ഇന്നലെ വരെ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ അതിന്റെ കൺഫർമേഷൻ അദ്ദേഹത്തിന് ഡൽഹി നിൽക്കേണ്ട ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം വരില്ല. പക്ഷെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻജി ഉണ്ട്, സംസ്ഥാന മന്ത്രിമാരുണ്ട്, പിന്നെ കലാ കായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖന്മാരുണ്ട്. അങ്ങനെ നിരവധി വിശിഷ്ട വ്യക്തികൾ എല്ലാം ഇന്ന് ഈ ജലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നുണ്ട്. പൂർണ്ണമായും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ആശങ്ക മാത്രമേ ഉള്ളൂ. അത് പമ്പയിലെ ജലത്തിന്റെ കുറവാണ്. ആ കുറവ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതൊന്ന് പരിഹരിക്കുവാനും അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ക്രമീകരണം നമ്മൾ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നടത്തിക്കഴിഞ്ഞു. ട്രയൽ റൺ ഇന്ന് നടത്തി വേണ്ടി വന്ന ഡാം തുറന്നു വിട്ടുകൊണ്ട് അത് ക്രമീകരിക്കാനുള്ള സമീപനം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ വള്ളംകളിയിൽ പങ്കെടുക്കുമ്പോൾ ഈ പള്ളിയോടങ്ങളിലെല്ലാം ഈ നൊയമ്പ് നോക്ക് വ്രതാനുഷ്ഠാനങ്ങൾ കൂടി എത്തുന്ന ആളുകൾ കുറച്ചൊക്കെയല്ലേ വരുന്നത്. സാധാരണ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മറ്റ് കരകളിൽ നിന്നും ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പള്ളിയോടങ്ങൾ തൊഴിൽക്കാരായിട്ട് വന്ന് അവരെ അയോഗ്യത കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉള്ള കാര്യം കർശന നിർദ്ദേശം ഇപ്രാവശ്യം മത്സരത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് 52 കരയിലെ ആൾക്കാർ തുടങ്ങി. അതാണ് പുറത്തുനിന്ന് വരുമ്പോഴാണ് ഈ വാശിയും വൈരാഗ്യവും ഇതൊരു മത്സരമായി. ഇത് മത്സരം മാത്രമല്ല,
നമ്മുടെ ഇത് ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി ചെറിയ രീതിയിലുള്ള ഒരു മത്സരം അത്രേ ഉള്ളൂ. മത്സരത്തിനല്ല ആറന്മുളയിൽ മുൻതൂക്കം കൊടുക്കുന്നത്. ആറന്മുളയിൽ മുൻതൂക്കം കൊടുക്കുന്നത് ആചാര അനുഷ്ഠാന ജലഘോഷയാത്രയാണ്. അതിനെല്ലാവരും വരിക, ഭഗവാനെ തൃപ്തിപ്പെടുത്തുക, ഭഗവാനൊപ്പം എല്ലാവരും ഉണ്ടെന്നൊരു സങ്കല്പത്തിൽ വന്ന് ഭഗവാനെ വണങ്ങി സ്തുതിച്ച് പാട്ടുപാടി പ്രസാദം മേടിച്ച് 12 മണിയോടുകൂടി സത്രക്കടവിലെത്തി ജലഘോഷയാത്രയെ തയ്യാറെടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ അതിനുശേഷം കരകളുടെ ഒരു ആവശ്യപ്രകാരം ചെറിയ ഒരു മത്സരം. അതെന്താന്ന് വെച്ചാൽ അത് പുറത്തുനിന്ന് ആൾക്കാരെ കൂലിക്ക് കൊണ്ടുവന്ന് തൊഴിലിപ്പിച്ച് വള്ളങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതും ചൂണ്ടുന്നതും തമ്മിൽ വളരെ സ്പീഡിൽ പോകുമ്പോൾ കയ്യിൽ നിൽക്കാത്ത രീതി വരുന്നു, വള്ളം കയ്യിൽ നിന്ന് പോകുന്നു. അതൊക്കെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരരുതെന്നും കരകൾ തമ്മിലാവുമ്പോൾ ഒരു ആരോഗ്യകരമായി നാളെയും കാണേണ്ടവരാണ് എന്നുള്ള രീതിയിൽ ഒരു അടി ബഹളം ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ നിന്നും ആളെ കൊണ്ടുവരില്ല. അത് ഇപ്രാവശ്യം കർശന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നും വെള്ളോടെ സഭാസംഘത്തിന്റെ ഭാഗത്തുനിന്നും കൊടുത്തിട്ടുണ്ട്. പൊതുസഭയുടെ തീരുമാനം അച്ചടിച്ച് പ്രിന്റ് ആക്കി കരയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. കരനാഥക്കന്മാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, ക്യാപ്റ്റന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ ക്രമീകരണമാണ് ആറന്മുള ഒത്തുകാൽ ജലമേളയുമായി ബന്ധപ്പെട്ട സംഘാടകർ ആറന്മുളയിൽ നിന്നും ശശി നാരായണ, ന്യൂസ് 18. സൂചിപ്പിച്ചതുപോലെ തന്നെ ഉരുൾപൊട്ടലിൽ മുറിവേറ്റ വയനാടിൻ്റെ കണ്ണീരുണങ്ങും മുമ്പായിരുന്നു ഇത്തവണ ഓണം എത്തിയത്. ആ ഓണത്തിൻ്റെ സമാപനം, ഓണാഘോഷത്തിൻ്റെ സമാപനത്തിലും വയനാടിനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് കേരളം ഒന്നാകെ ആഗ്രഹിക്കുന്നത്. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.